ഞാൻ നിങ്ങളുടെ മിനി. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ എല്ലാ നാട്ടിക്കിടെയും? ഞാൻ തൊടുപുഴക്കാരിയാണേ. അപ്പോൾ ഇവിടെ മഴയുണ്ടായിരുന്നു. ഇന്നലെ മുഴുവൻ മഴയായിരുന്നു. അപ്പോൾ ഞാൻ വന്നത് എന്നാണെന്നറിയാമോ? ഞാൻ കുറേ നാളായിട്ടല്ല 1.5 മാസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. നിങ്ങളാരും വീഡിയോ കാണുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഇടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരാതിരുന്നതിൻ്റെ കാരണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊന്ന് പോയായിരുന്നു. 2 കണ്ണും ഓപ്പറേഷൻ ചെയ്താൽ നേരത്തെ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ കാഴ്ച. ഇപ്പോൾ ഒരു കണ്ണിന് കാഴ്ച പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണോണ്ട് റെസ്റ്റാട്ടോ. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയാലും നമുക്ക് അത് വിവരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, ഓർമ്മക്കുറവ്. അതായത് കിഡ്നിക്ക് രോഗമുണ്ട് എനിക്ക്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഹാർട്ടിനും ഈ കണ്ണിനൊക്കെ അതേ സംഭവം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുമില്ല. ചെയ്ത വീഡിയോ ഒക്കെ ഫ്ലോപ്പായി പോവുക. എന്നാന്ന് വെച്ചാൽ ഈ മറവി ഉള്ളത് കൊണ്ട് മീൻ കറി ഉണ്ടാക്കി അതിന് പുളി ഇടില്ല, അങ്ങനെയൊക്കെ മറന്നു പോകും. വീഡിയോ പോയി കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ കുറേയൊക്കെ ഡിലേറ്റാക്കി കളയും ഇതൊക്കെ കണ്ടുകൊണ്ട്. പിന്നെ ഓർക്കും അവിടെ കിടക്കട്ടെ, എനിക്കിപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒത്തിരി ലെങ്താക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ആ മൈൻഡോട് കൂടിയാണ് ഞാൻ ഇടുന്നത്. എന്നോട് എല്ലാവരും കളിയാക്കുമെന്നെ, ഇതെന്ത് കാണിക്കണമെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ എല്ലാം കറക്റ്റാവുമോ? ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കറക്റ്റാവില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങളോടൊന്ന് പറയണ്ടേ, അതോർത്ത് വന്നതാണ്. അപ്പോൾ ഇതാണ് കാരണം. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇപ്പോൾ ഞാൻ ചെറിയ പൂച്ചകൾ, എനിക്കൊരു ഡോഗുണ്ട്, അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. കാരണം വലിയ ഇതിലേക്ക് പോകാനുള്ള ഒരു ഇതല്ല ഇപ്പം എൻ്റെ. അങ്ങനെ എല്ലാം നോർമലായി വരുമ്പം, അസുഖമെല്ലാം ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേക്കും വീഡിയോ ഇടാം. കാര്യം എനിക്ക് എല്ലാ സ്ഥലങ്ങളിലെയും വീഡിയോ ഇടണം എന്നുണ്ട്. അതായത് എല്ലാ അറബി രാഷ്ട്രങ്ങളിലെയും വീഡിയോ ഇടുന്നുണ്ട്. പല രാജ്യക്കാരില്ലേ അവിടെ വന്ന് ജോലി ചെയ്യുന്നേ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഇടണം, അവരുണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമുക്ക് ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. ഇതാ കാരണം. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് തന്നെ കേട്ടോ. ഒന്ന് ഇതായി അസുഖമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും. ഈ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് നമ്മൾ ഭയങ്കര ഡയറ്റ് നോക്കിയാലേ അപ്പോൾ എന്നാ വെച്ചാൽ ശരീരത്തിന് ഭയങ്കര ക്ഷീണമായിരിക്കും. നമുക്കെല്ലാം അങ്ങ് കഴിക്കാത്തില്ല. എന്ന് വെച്ചാൽ ഈ വെജിറ്റേറിയനെ തന്നെ പ്രോട്ടീനുള്ള സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് വേണം കഴിക്കണമെങ്കിൽ. അപ്പം എല്ലാം ലീച്ച് ചെയ്ത് കളഞ്ഞ്, അതായത് ബീൻസ്, പയർ, പിന്നെ വെണ്ടയ്ക്കയിൽ യൂറിക് ആസിഡ് ഉള്ളതാണ്. ആ വെണ്ടയ്ക്ക തിന്നാൽ യൂറിക് ആസിഡ് ഉണ്ടാവും. യൂറിക് ആസിഡിൻ്റെ മറ്റൊരു ഇനമാണല്ലോ ക്രിയാറ്റിൻ. അപ്പോൾ അതിനെല്ലാം ലീച്ച് ചെയ്ത്, എല്ലാ പച്ചക്കറിയും ലീച്ച് ചെയ്ത് കളയണം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. കാരണം ശരീരത്തേക്ക് ഒരു സാധനം എത്തുന്നില്ല. പ്രോട്ടീൻ എത്തിയാലേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇറച്ചി, മത്സ്യം, അതിനകത്തൊക്കെ ഉണ്ട് വലിയ മത്സ്യത്തിന്. പിന്നെ മത്തിയൊക്കെ യൂറിക് ആസിഡിൻ്റെ നമ്പർ 1 ആൾക്കാരാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉപേക്ഷിക്കേണ്ടി വരും. മത്തി, ഞണ്ട്, ചെമ്മീൻ, അയില, ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരു ആരോഗ്യക്കുറവ് വരുക. പിന്നെ അധികം വെള്ളം കുടിക്കത്തില്ല. ഫ്രൂട്ട്സിൽ ചിലതൊക്കെ കഴിക്കാവുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ ചുമ്മാ ഒരു ഡോഗിനെയും ചുമ്മാ വീഡിയോ നിർത്തി കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട്, അതാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയാലൊന്നും ഞാൻ കാണിക്കാത്തതിൻ്റെ കാരണം. തിന്ന് കാണിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം മറവിയുണ്ട്, എല്ലാ കാര്യത്തിലും മറവിയുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും എനിക്കോ അറിയത്തില്ല. ആ അവസ്ഥയിലാണ്.
അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ലല്ലോ, ചിലതൊക്കെ പോകും ചിലതൊക്കെ വരും, അത്രേ ഉള്ളൂ. സാരമില്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. കാണാം.